ഹലോ ഫ്രണ്ട്സ്, ലോ അക്കാഡമി യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ക്ലീ 2024 ഓപ്ഷൻ രജിസ്ട്രേഷനെ പറ്റിയാണ്. അപ്പം ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ടൈം ആയിരിക്കുകയാണ്. അവിടെ CEയുടെ വെബ്സൈറ്റിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും കൊടുത്ത് എൻട്രി ചെയ്യുക. എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് എൻ്റർ ആകും. അവിടെ നമ്മൾ ക്ലിക്ക് ഓൺ ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്ക് എന്ന് പറഞ്ഞ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഒരു ഫീസുണ്ട്, ഈ രജിസ്ട്രേഷൻ ഫീസുണ്ട്. ആ രജിസ്ട്രേഷൻ ഫീസ് കൂടെ നമ്മൾ അവിടെ പേ ചെയ്യണം. പേ ചെയ്തതിന് ശേഷം നമ്മളുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണോ അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി കഴിയും. ഈ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുക. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഏത് കോളേജിലാണോ കിട്ടിയത് ആ കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷം എഴുതിയ ക്ലീ മുഴുവനായിട്ടും അവിടെ നമുക്ക് ഒരു പ്രയോജനമില്ലാതായിപ്പോവും. സോ നമുക്ക് എവിടെയാണോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ കോളേജിൽ ചെന്നിട്ട് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ 5 ഓപ്ഷൻസ് വെച്ചു എന്ന് വെക്കുക. ആ 5 ഓപ്ഷൻ വെച്ചതിൽ 5ാമത്തെ കോളേജിലാണ് നമ്മൾ അഡ്മിഷൻ നമുക്ക് കിട്ടിയത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്നത് കോളേജ് 5ാമത്തെയാണ് എന്നുണ്ടെങ്കിൽ 5ാമത്തെ കോളേജിൽ പോയി നമുക്ക് അഡ്മിഷൻ എടുക്കാം. എടുത്തതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലും മുകളിലുള്ള 1, 2, 3, 4 ആ കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു പക്ഷേ കിട്ടാം. പിന്നെ ഉണ്ട് 3ാമത് അലോട്ട്മെൻറ്റ് നടത്തും. പിന്നെ ചില സമയത്ത് ഒരു ഫൈനലായിട്ടൊരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തും. അപ്പോഴൊക്കെ നമുക്ക് ചാൻസസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് അഡ്മിഷൻ ചെന്ന് എടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ മാക്സിമം നമ്മൾ ഫസ്റ്റ് 4 ഓപ്ഷൻ ഗവൺമെൻറ് കോളേജ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ മാക്സിമം ഗവൺമെൻറ് കോളേജ് 4 ഉണ്ട്. ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂരുണ്ട്. അപ്പോൾ മാക്സിമം അത് 4 ഫസ്റ്റ് ഓപ്ഷൻ വെക്കുക. അതിനുശേഷം പ്രൈവറ്റ് കോളേജസ് വെക്കുക. അതിനുശേഷം നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് കിട്ടണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുന്നേ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ ഉണ്ട്. ആ ഓപ്ഷൻ കൺഫർമേഷൻ കൂടെ ചെയ്യണം. എങ്കിലേ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചാൻസസ് കിട്ടത്തുള്ളൂ. പിന്നെ നല്ല ഗവൺമെൻറ് കോളേജസ് 4 ഗവൺമെൻറ് കോളേജസ് നല്ലത് തന്നെയാണ്. പിന്നെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് കോളേജസ് തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ലോ അക്കാഡമി, കേരള ലോ അക്കാഡമി, അതുപോലെ SN കോളേജ്, ഇതൊക്കെ നല്ല കോളേജുകളാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് കോളേജസ് ഏത് ഡിസ്ട്രിക്റ്റാണ് അതെല്ലാം നോക്കിയതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക. ഇനിയും കോളേജസിനെ പറ്റി എത്ര കോളേജസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയും 3 ഇയറിന് ഏതാണ് 4 ഇയറിന് ഏതാണ് എന്നതിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. 5 ഇയർ ഇൻ്റഗ്രേറ്റ് LLBയുടെ ഈ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24/9/2024 3 PM വരെയാണ്. ഇനി 3rd ഇയർ LLBയുടെ അല്ലെങ്കിൽ യൂണിറ്ററി LLBയുടെ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 26/9/2024 3 PM വരെയാണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, മറന്നു പോകരുത്. പിന്നെ ഈ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഏത് കോളേജിലാണോ പഠിക്കാൻ ഏറ്റവും ഇൻട്രസ്റ്റ് ആ കോളേജസ് തന്നെ ഫസ്റ്റ് വെക്കുക. അത് വെച്ചിട്ട് നമ്മളുടെ പ്രയോറിറ്റി ബേസിസിലാണ് ഇത് കൊടുക്കേണ്ടത്. നമുക്ക് ഏത് കോളേജിലാണോ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകുന്ന ആ കോളേജ് തന്നെ കൊടുക്കും. ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് ട്രിവാൻഡ്രമാണ് ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ അത് തന്നെ ഫസ്റ്റ് വെക്കുക. സെക്കൻഡ് എറണാകുളം കോളേജ് ആണെങ്കിൽ എറണാകുളം തന്നെ വെക്കുക. തേർഡ് മറ്റൊരു കോളേജാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് കോളേജ് തൃശ്ശൂരും കോഴിക്കോടും വേണ്ട, നിങ്ങൾക്ക് മറ്റൊരു പ്രൈവറ്റ് കോളേജിലാണ് പഠിക്കാൻ. പ്രൈവറ്റ് കോളേജിലും ഈ മെറിറ്റ് സീറ്റ് ഉണ്ട്, മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ട്, മെറിറ്റ് സീറ്റും ഉണ്ട് പ്രൈവറ്റ് കോളേജിൽ. അപ്പോൾ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിലാണ് നിങ്ങൾക്ക് മെറിറ്റ് സീറ്റ് വേണ്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനായിട്ട് കൊടുക്കുക. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ കൊടുക്കണം. ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് ഏത് കോളേജിലാണോ ആ കോളേജ് തന്നെ വെച്ചിട്ട് പോവുക. സപ്പോസ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്നത് നിങ്ങൾ കൊടുത്തിരിക്കുന്നതിൽ വെച്ചിട്ട് 7ാമത്തെ ഓപ്ഷനിലാണെന്ന് വെക്കുക. 7ാമത്തെ ഓപ്ഷനിൽ വരുന്ന കോളേജിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ ഒരു പക്ഷേ 6-മത്തെയോ 5-മത്തെയോ ഒക്കെ കോളേജായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഈ 6-മത്തെ 5-മത്തെ കോളേജൊന്നും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, വെറുതെ പേര് ചാടിക്കയറി കൊടുത്തതാണ് എന്നുണ്ടെങ്കിൽ ആ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരിച്ച് ഒരു താഴോട്ട് 7, 8, 9 അങ്ങോട്ടൊന്നും അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പോൾ മുകളിലോട്ടുള്ളതിനേ കിട്ടത്തുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൻ്റെ തന്നെ പേര് കൊടുത്തു പോകുക. അതിൽ മാറ്റമൊന്നും വരുത്തരുത്. അപ്പോൾ ചിന്തിച്ച് മാത്രം നിങ്ങൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷന് ഈ കോളേജസ് സെലക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റുള്ള വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.